ഹായ്, നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് ഏജസ് ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. നമുക്ക് കുറച്ചധികം കൂടി ക്വസ്റ്റ്യൻ ചെയ്ത് ഇന്നത്തോടെ നമ്മൾ ഏജസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്ന് കരുതി ഏജസിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാ പോർഷനും നമ്മൾ തീർത്തിട്ടില്ല. വളരെ കുറച്ചൊരു 10% ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. നിങ്ങളത് മനസ്സിലാക്കുക. ഞാൻ എടുത്ത ന്യൂമറിക്കലായാലും ഈ പറഞ്ഞ ആവറേജ് ആയാലും റേഷ്യോ ആയാലും ഏജസ് ആയാലും ഇതിന്റെ എല്ലാ ഒരു 10% ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. ഇനിയും കുറെ അധികം ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. അതെന്താണ് ഞാനിപ്പോൾ എല്ലാം പഠിപ്പിക്കാത്തതെന്ന് വെച്ചാൽ, എല്ലാം പഠിപ്പിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ടോപ്പിക് കിട്ടാത്തതിന്റെ പ്രശ്നവും ഈ ടോപ്പിക് തന്നെ വീണ്ടും വീണ്ടും കാണുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ബോറടിയും അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 4-5 ദിവസം ഞാനൊരു സെയിം ടോപ്പിക് വെച്ചിട്ട് അതിനുശേഷം ഞാൻ പുതിയ ടോപ്പിക് തുടങ്ങുന്നത്. കാരണം എക്സാം ഒക്കെ വരുമല്ലേ, അപ്പോൾ എല്ലാ ടോപ്പിക്കും ഓടിച്ച് പോയിട്ട് വീണ്ടും നമ്മൾ കുറച്ച് ടഫ് ക്വസ്റ്റ്യനും എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യനും ഒക്കെ ചെക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾക്ക് എടുക്കുന്ന ടോപ്പിക് നന്നായിട്ട് മനസ്സിലാക്കുക, ഒരു ബേസ് കിട്ടി റെഡിയാക്കി വരിക. വേറെ ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടാലും ഈ ഒരു ബേസ് വെച്ച് ചെയ്യാനുള്ളൊരു മൈൻഡ് നിങ്ങൾക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പല അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് തരുന്നത്. ഇനി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ തരാം. ഒരു 3-4 ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നമുക്ക് ഈ ഏജസോട് നിർത്തിയിട്ട് വീണ്ടും അടുത്ത ദിവസം നാളെ അതിന് ശേഷമുള്ള ദിവസങ്ങളിലോ നമുക്ക് വേറെ കുറച്ച് ടോപ്പിക്കുകളുണ്ട്, അത് ചെയ്യാൻ നോക്കാം. ഇപ്പം എന്താണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്തായിരുന്നു? ആയിഷസ് ഫാദർ വാസ് 38 years ഓഫ് ഏജ് ഓഫ് വെൻ ഷീ വാസ് ബോൺ. അപ്പം ഇവിടെ പറയുന്ന കഥ എങ്ങനെയാണ്? ആയിഷ ജനിച്ചപ്പോൾ ആയിഷയുടെ ഫാദറിന് 38 years ഉണ്ടായിരുന്നു. അവിടെ ഒരു കുഴപ്പമൊന്നുമില്ല. പറയുന്നു വൈൽ ഹെർ മദർ വാസ് 36 years ഓൾഡ്. അവരുടെ അമ്മയ്ക്ക് 36 വയസ്സുണ്ടായിരുന്നു എപ്പോൾ ഹെർ ബ്രദർ വാസ് ബോൺ. പക്ഷെ അതല്ല പ്രശ്നം. അവരുടെ ബ്രദർ എന്ന് വെച്ചാൽ ആയിഷയേക്കാൾ 4 years യങ്ങറാണ്. അപ്പൊ എന്താണ് ഈ യങ്ങർ എന്ന് ഉദ്ദേശിക്കുന്നത്? അപ്പൊ യങ്ങർ എന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തെറ്റിപ്പോകുന്ന കാര്യം ഇതാണ്. ഈ യങ്ങർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഈ ആയിഷ ജനിച്ചതിന് ശേഷമല്ലേ ഈ പറയുന്ന ബ്രദർ ജനിക്കുന്നത്? അപ്പൊ ആയിഷ ജനിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ, നമ്മൾ യങ്ങർ എന്നുള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആയിഷ ജനിച്ച കാലഘട്ടത്തിനേക്കാൾ 4 വർഷം കഴിഞ്ഞിട്ടാണ് ആര് ജനിക്കുന്നത്? ബ്രദർ ജനിക്കുന്നത്. ഈ യങ്ങർ എന്നുള്ളതിന് മൈനസ് ഇട്ട് വെക്കരുത്. കാരണം ആയിഷ ഏത് കാലഘട്ടത്തിൽ ജനിച്ചോ അതിനേക്കാൾ 4 വർഷത്തിന് ശേഷമുള്ള കാലഘട്ടമാണ് ഈ പറയുന്നത്. യങ്ങർ എന്ന് വെച്ചാൽ ആയിഷ ജനിച്ചതിനേക്കാൾ ഒരു 4 വർഷം കഴിഞ്ഞിട്ടാണ് അയാളുടെ ബ്രദർ ജനിച്ചത്. അതുകൊണ്ടല്ലേ ആയിഷയേക്കാൾ 4 വയസ്സ് യങ്ങറായത്. അപ്പം 4 വർഷത്തിന് ശേഷമല്ലേ അയാൾ ജനിച്ചത്. അപ്പം ഇപ്പോൾ ഉള്ള ആദ്യം പറഞ്ഞ കണ്ടീഷനേക്കാൾ ഒരു 4 വയസ്സിന് ശേഷമാണ് ഈ കാര്യം നടക്കുന്നത്. അധികമാണ് ഈ കാര്യം നടക്കുന്നത്. ആ ഒരു കാര്യം ഓർത്ത് വെച്ചിരുന്നാൽ മതി. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഏജസ് ഓഫ് യുവർ പേരൻസ്? പക്ഷേ ഇതും കൂടി നോക്കുക. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് പേരൻസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആയിഷയുടെ ഏജ് കണ്ടുപിടിക്കേണ്ട, ആയിഷയുടെ ബ്രദറുടെ ഏജ് കണ്ടുപിടിക്കേണ്ട, ഇൻഡിപെൻഡന്റ് ആയിട്ട് അവിടെ മദേഴ്സിന്റെയും ഫാദറിന്റെയും ഒന്നും ഏജ് കണ്ടുപിടിക്കേണ്ട. ജസ്റ്റ് പേരൻസിന്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി. നമ്മൾ കുഴപ്പിക്കാനായിട്ട് ഇങ്ങനെ തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം ആയിഷയുടെ ഇക്വേഷനൊക്കെ വെച്ച് ആയിഷയുടെ ഏജ് കണ്ടുപിടിക്കും, പിന്നെ അത് വെച്ചിട്ട് അവരുടെ പേരൻസിന്റെ ഏജ് കണ്ടുപിടിക്കും, എന്നിട്ട് ഡിഫറൻസ് എടുക്കും. അതിന്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കിയാൽ ആൻസർ കിട്ടും. കാരണം പേരൻസിന്റെ 2 പേരുടെയും ഏജിന്റെ കാര്യം പറയുന്നുണ്ട്. നോക്കിയാൽ തന്നെ നമുക്ക് ആൻസറാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ അതിൽ ആ രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. എങ്കിലും മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരാം. നോക്കിയേ, ഇതിനകത്ത് ആദ്യം പറയുന്നത് യങ്ങസ്റ്റ് ബ്രദറിന്റെ കാര്യമല്ലേ പറഞ്ഞു. ഞാൻ ബ്രദറിന്റെ കാര്യം പറയാം, ബ്രദറിന്റെയും കാര്യം വെച്ച് പറയാം. ഈ മദറിന്റെ ഏജ് ശ്രദ്ധിക്കുക. മദറിന്റെ ഏജ്, അയാളുടെ ബ്രദർ ജനിച്ചപ്പോൾ എത്ര വയസ്സാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഒരു 36 years എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പം ബ്രദർ ജനിച്ചപ്പോൾ മദറിന് എത്ര വയസ്സുണ്ടായിരുന്നു? 36 years ഏജ് ഉണ്ടായിരുന്നു. ഇനി പറയുന്നു ആയിഷ ജനിച്ചപ്പോൾ ആയിഷയുടെ ഫാദറിന് എത്ര ഏജ് ഉണ്ടെന്ന്. നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ടൊന്നും പോകുന്നില്ല. ആയിഷ ജനിച്ചപ്പോൾ ഫാദറിന്റെ ഏജ് എത്രയായിരുന്നു? 38 ആയിരുന്നു. ഈ 2 കണ്ടീഷൻ നമുക്കറിയാം. ഇനി നമ്മൾ ഈ 2 ഏജിന് ഡിഫറൻസ് നോക്കിയാൽ പോരെ. അതായത് ആയിഷ ജനിച്ചതിന് ശേഷം ഒരു 8 വർഷം കൂടി കഴിഞ്ഞിട്ടല്ലേ ആയിഷയുടെ മദർ ജനിക്കുന്നത്. അപ്പൊ ഇവരുടെ 2 പേരെയും കാലഘട്ടത്തിന് ഇടയ്ക്ക് എത്ര വയസ്സും കൂടി ഉണ്ട്? ഒരു 4 വയസ്സ് കൂടി ഉണ്ട്. ഞാൻ ആ കാര്യം പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ഇവരുടെ ഡിഫറൻസ് മാത്രം നോക്കുകയാണെങ്കിൽ 36, 38 എത്ര ഡിഫറൻസ് വരുന്നുണ്ട്? ഒരു 2 ഡിഫറൻസ് വരുന്നുണ്ട്. സാധാരണ ഇതിൽ മദറിന്റെയും ഫാദറിന്റെയും ഡിഫറൻസ് നോക്കുമ്പോൾ എത്ര വരുന്നുണ്ട്? ഒരു 2 ഡിഫറൻസ് വരുന്നുണ്ട്. അതല്ലാണ്ട് ഒരു 4 വർഷത്തെ കഥ കൂടി പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, എളുപ്പവഴി പറഞ്ഞതേ ഉള്ളൂ. ഇതല്ലാണ്ട് ഒരു 4 year ഡിഫറൻസ് കൂടി ഇല്ലേ? ആ 4 year കൂടി ആഡ് ചെയ്താൽ അവരുടെ ഏജിന് ഡിഫറൻസ് എത്ര കിട്ടും? ഒരു 6 years കിട്ടും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ വേഗം പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അതായത് ആയിഷയുടെ ഫാദറിന്റെ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കി, ആയിഷയുടെ ബ്രദർ ജനിച്ചപ്പോൾ ഏജ് അല്ലേ ഈ 36 എന്ന് പറയുന്നത്.
ആയിഷ ജനിച്ചപ്പോഴല്ലേ ഫാദറിന്റെ ഏജ് 38 എന്ന് പറഞ്ഞത്? ആയിഷ ജനിച്ച എപ്പോഴായിരുന്നു? ബ്രദർ ജനിക്കുന്നതിനേക്കാൾ 4 വർഷം മുമ്പ് എന്നല്ലേ? അപ്പൊ 4 വർഷം മുമ്പാണ് അത് ഫാദറിന് 38 എങ്കിൽ ഈ ബ്രദർ ജനിക്കുമ്പോഴുള്ള ഫാദറിന്റെ ഏജ് എത്രയായിരിക്കും? നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. ബ്രദർ ജനിക്കുമ്പോൾ ഫാദറിന്റെ ഏജ് എത്രയായിരിക്കും? ആയിഷ ജനിച്ചതിന് 4 വർഷം ശേഷമാണ് ബ്രദർ ജനിച്ചത്. അപ്പം 38 + 4 എത്ര കിട്ടും? 42 എന്ന് കിട്ടും. ആരുടെ ഏജ്? ഫാദറിന്റെ ഏജ്. ഇങ്ങനെ ചിന്തിച്ചാലും മതി. അതായത് ആയിഷ ജനിച്ചപ്പോൾ ഫാദറിന് 38 ആയിരുന്നു. ഒരു 4 വർഷം കഴിഞ്ഞു, ഫാദറിന് എത്ര വയസ്സായി? 42 ആയി. അപ്പോൾ ആയിഷയുടെ ബ്രദർ ജനിച്ചു. അപ്പോൾ അവരുടെ മദറിന്റെ ഏജ് എത്രയായിരുന്നു? 36 ആയിരുന്നു. എങ്കിൽ ഇവർ തമ്മിലുള്ള ഏജിന്റെ ഡിഫറൻസ് 36, 42 എത്ര കിട്ടും? 6 ഇയേഴ്സ് ആയിരിക്കും ഇവരുടെ ഏജിന്റെ ഡിഫറൻസ്. പക്ഷേ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും നോക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ജസ്റ്റ് മൈൻഡിലൊന്ന് ചിന്തിച്ചാൽ പോലും ആൻസർ കിട്ടും. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നോക്കിയാൽ പോലും 38 ഉണ്ട്, 36 ഉണ്ട്, ഡിഫറൻസ് എത്രയായിരുന്നു? ഒരു 2 ഡിഫറൻസ്. എന്നിട്ട് ക്വസ്റ്റ്യൻ പറയുന്നു വേറൊരു 4 ഡിഫറൻസ് കാര്യം, 4 + 2 6. അങ്ങനെ മൈൻഡ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അത്ര എളുപ്പമാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ. ഇതുപോലുള്ള 1-2 ക്വസ്റ്റ്യൻസ് ചെയ്ത് ശീലിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തോ വലിയ ടഫ് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നും. കാരണം നമുക്ക് വേഗം ആയിഷയുടെ ഏജും ബ്രദറിന്റെ ഏജും കണ്ടുപിടിക്കാൻ തോന്നും. നമുക്കിവിടെ ജസ്റ്റ് ഡിഫറൻസ് മാത്രം മതി. അവരുടെ ഡിഫറൻസ് ചോദിച്ചാൽ ഡിഫറൻസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി, വേറെ ഒരു കാര്യം ആലോചിക്കേണ്ട. 2 സ്റ്റെപ്പ് ആൻസർ കിട്ടും. അപ്പോൾ ഇതേ കണക്കുള്ള ടഫ് ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് കിട്ടും എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഇനി 1, 2, 3, 4 ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് തന്നിട്ട് ഞാൻ ഈ ഏജസ് ടോപ്പിക് അവസാനിപ്പിക്കാം. 1, 2 ക്വസ്റ്റ്യൻ കൂടെ നോക്കാം എന്താണെന്ന്. എന്തായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ? A father said to his son, I was as old as you are at the present at the time of your birth. If father's age is 38 years now, the son's age is 5 years back was. 5 years back എന്നുള്ളൊരു ടഫ്നെസ് അവിടെ നിൽക്കട്ടെ. ബാക്കി നമുക്ക് എന്ത് മനസ്സിലായെന്നാണ് നോക്കേണ്ടത്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒരച്ഛൻ മകനോട് പറയുകയാണ്. അച്ഛൻ ഇപ്പോൾ എത്ര വയസ്സുണ്ട്? 38 years ഉണ്ട്. അച്ഛൻ മകനോട് പറയുകയാണ്, എന്താണ് പറയുന്നത്? ഐ വാസ് ഓൾഡ് ആസ് യു. എനിക്കിപ്പോൾ നിന്റെ പ്രായം, നമ്മുടെയൊക്കെ അച്ഛനും അമ്മയും പറയുന്ന കണക്കെന്ന് വിചാരിച്ചാൽ മതി. അതായത് അച്ഛൻ മകനോട് പറയാണ്, നിന്റെ പ്രായത്തിൽ ഞാനുള്ളപ്പോൾ എനിക്ക് എന്ത് സംഭവിച്ചു? നീ ജനിച്ചു എന്നാണ് പറയുന്നത്. അതിൻ്റെ മലയാളം എന്ന് ഇത്രയേ ഉള്ളൂ. അച്ഛൻ 38 വയസ്സുള്ള അച്ഛൻ അയാളുടെ മകനോട് പറയാണ്, നിന്റെ പ്രായം എനിക്കുള്ളപ്പോൾ എനിക്ക് ആരുണ്ടായി? നീ ഉണ്ടായി. എന്നിട്ട് നീ ഇങ്ങനെ നടന്നു എന്നൊക്കെ പറയുകയാണ് അച്ഛൻ. അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ ആ മകൻ്റെ വയസ്സ് ഇപ്പോൾ എത്ര എന്നല്ല, ആ മകൻ്റെ വയസ്സ് 5 വർഷം മുമ്പ് എത്ര എന്നാണ് ചോദ്യം. പക്ഷേ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഒരു 38 വയസ്സുള്ള അച്ഛൻ മകനെ നോക്കി പറയുകയാണ്, നിന്റെ പ്രായത്തിൽ എനിക്ക് നീ ജനിച്ചു എന്നല്ലേ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മകൻ്റെ പ്രസൻറ്റേജ് എത്രയെന്ന് കണ്ടുപിടിക്കാം ആദ്യം. ബാക്കി പിന്നല്ലേ വളരെ ഈസിയാണ്, നോക്കിയതിന് ആൻസർ കിട്ടും. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ഇക്വേഷൻ പോലെ പറഞ്ഞു തരാം. അതായത് ഈ പറയുന്ന ഫാദറിന് ഇപ്പോൾ എത്ര വയസ്സുണ്ട്? 38 അല്ലേ? നമ്മൾ വിചാരിക്കുന്നു ഈ സണ്ണിൻ്റെ ഏജ്, ഇക്വേഷൻ ഒന്നും വേണ്ട, മൈൻഡിൽ ചെയ്ത ആൻസർ കിട്ടും. പക്ഷെ മനസ്സിലാകാൻ വേണ്ടി സണ്ണിൻ്റെ പെർസെൻറ്റേജ് എക്സ് ആണെന്നിരിക്കട്ടെ. സണ്ണിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്? എക്സ് ആണ്. ഫാദറിൻ്റെ പെർസെൻറ്റേജ്, ഈ പറയുന്ന ഫാദറിൻ്റെ പെർസെൻറ്റേജ് എത്രയായിരുന്നു? 38 ആയിരുന്നു അല്ലേ? ഇനി നോക്കുന്നു, ഈ പറയുന്ന സണ്ണിൻ്റെ വയസ്സെന്ന് പറയുന്നത് എക്സ് അല്ലേ? അപ്പോൾ സണ്ണ് ജനിച്ച സമയത്ത് എന്ന് പറയുന്നത് ഫാദറിൻ്റെ എത്രയാ? അറ്റ് ദി ടൈം ഓഫ് ഈ പറയുന്ന സണ്ണിന്റെ ബർത്ത് ടൈം ഓഫ് സൺ. അതായത് സൺ ജനിക്കുന്ന കാലത്ത് ഫാദറിന് എത്ര വയസ്സുണ്ടാവും? സണ്ണിന് ഇപ്പൊ എത്ര വയസ്സുണ്ട്? ഒരു 20 വയസ്സുണ്ടെങ്കിൽ ആ 20 വയസ്സ് ഫാദറിൽ കുറച്ചാൽ പോരെ? ഞാൻ പറഞ്ഞു മനസ്സിലായോ? അതായത് സൺ ജനിക്കുന്ന സമയത്ത് ഫാദറിന്റെ വയസ്സ് എത്രയാണ്? സണ്ണിന് 20 വയസ്സുണ്ടെന്ന് വിചാരിക്കും. എങ്കിൽ ആ 20 വയസ്സ് ഫാദറിൽ കുറച്ചാൽ ഫാദറിന് എത്ര വയസ്സാവും? 18 വയസ്സാവും. അപ്പൊ 18 വയസ്സിലല്ലേ സൺ ജനിച്ചെന്ന് പറയുന്നത്. അപ്പോൾ ആ കൺസെപ്റ്റ് മനസ്സിലായോ? എത്രയാണോ സണ്ണിൻ്റെ ഏജ്, ആ സണ്ണിൻ്റെ ഏജ് കുറച്ചാൽ ആ സൺ ജനിച്ച സമയത്തുള്ള ഫാദറിൻ്റെ ഏജ് കിട്ടും. അപ്പോൾ സണ്ണിൻ്റെ ഏജ് കുറയ്ക്കുന്നു, 38 - X. ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ? സണ്ണിൻ്റെ ഏജ് കുറച്ചാൽ ആ സണ്ണിന് ജനിക്കുന്ന സമയത്തുള്ള ഫാദറിൻ്റെ ഏജ് കിട്ടത്തില്ലേ? അപ്പോൾ ആ ജനിക്കുന്ന സമയത്തുള്ള ഫാദറിൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ ഫാദർ എത്രയാണ് പറയുന്നത്? ആ ജനിക്കുന്ന സമയത്തുള്ള ഫാദറിൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? നിന്റെ ഈ വയസ്സ് തന്നെയാണെന്നല്ലേ പറയുന്നത്. നിന്റെ വയസ്സിൽ തന്നെയാണ്. അതായത് നീ ജനിച്ചപ്പോൾ നിന്റെ ഈ പ്രായത്തിൽ നിനക്കിപ്പോൾ എത്ര വയസ്സുണ്ടോ ആ പ്രായത്തിൽ എനിക്ക് നീ ഉണ്ടായെന്നല്ലേ പറയുന്നത്. അപ്പം നിനക്കിപ്പോൾ എത്ര വയസ്സുണ്ടോ ആ പ്രായം തന്നെയായിരുന്നു നീ ഉണ്ടായപ്പോൾ എന്നല്ലേ പറയുന്നത്. നീ ഉണ്ടായപ്പോൾ അയാളുടെ പ്രായം എത്രയായിരുന്നു? 38 - X. ആ പ്രായം എന്ന് പറഞ്ഞാൽ ഈ മകന്റെ പെർസെൻറ്റേജ് തന്നെയാണെന്നല്ലേ പറയുന്നത്. സോൾവ് ചെയ്താൽ പോരെ. 38 = 2x എന്ന് കിട്ടും. X = എത്ര കിട്ടും? 90 എന്ന് കിട്ടും. പക്ഷേ ഈ ഒരു ചെറിയ കാര്യം പറയുന്നത് ഇത്രയും വലിയ കാര്യം പറഞ്ഞത് പെട്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവേണ്ടാവില്ല. അതായത് നിന്റെ പ്രായത്തിൽ എനിക്ക് നീ ജനിച്ചു എന്നാണ് പറയുന്നതെങ്കിൽ, അതായത് നിന്റെ പ്രായത്തിൽ എനിക്ക് നീ ജനിച്ചു എന്ന് പറഞ്ഞാൽ ആ
ഫാദറിന്റെ വയസ്സിന്റെ പകുതി ആയിരിക്കും എന്ത് സണ്ണിന്റെ വയസ്സ്. അതായത് നിന്റെ പ്രായത്തിലേക്ക് നീ ജനിച്ചെന്ന് വെച്ചാൽ ആ ആളുടെ പ്രായം പ്ലസ് ആ ആളുടെ ഒരു പ്രായം കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടണം? എന്റെ പ്രായം കിട്ടണം. അതായത് 2x = 38, x = 19 എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ വേഗത്തെ നമുക്ക് ആൻസറിലേക്ക് എത്തിക്കാം. നിങ്ങൾക്ക് അത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങളിങ്ങനെ സോൾവ് ചെയ്യുക. പക്ഷെ നാളെ നിങ്ങൾ ഇതുപോലെ ക്വസ്റ്റ്യൻ കണ്ടല്ലോ, ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, ഇയാളുടെ പ്രായത്തിൽ എനിക്ക് ഇയാൾ ഉണ്ടായി അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ ആ പറയുന്ന ആളുടെ പകുതിയായിരിക്കും മറ്റേ ആളുടെ ഏജ് എന്ന് കണ്ടുപിടിക്കുക. പക്ഷേ നമുക്ക് 19 അല്ല ആൻസർ. കാരണം എന്താ? ദ സൺസ് ഏജ് 5 years ബാക്ക് വാസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 5 വർഷത്തിന് മുമ്പ് എത്ര വയസ്സായിരുന്നു? സണ്ണിന്റെ ഏജ് 5 years ബാക്ക് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 19 - 5 14 എന്ന് കിട്ടും. 14 years ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കുക. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു കാര്യം 19 വന്ന ആൻസർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യരുത്. നമ്മുടെ കറക്റ്റ് ആൻസർ എത്രയായിരിക്കും? ഒരു 5 വർഷത്തിന് മുമ്പുള്ള സണ്ണിന്റെ ഏജ്. പ്രസന്റ് നമുക്കറിയാം 19 ആണെന്ന്. 5 വർഷത്തിന് മുമ്പ് അത്ര കിട്ടും? 14 years. ഇങ്ങനത്തെ ചെറിയ എററുകൾ ക്വസ്റ്റിന് വരാം. അതും കൂടി ശ്രദ്ധിച്ചേക്കുക. നമ്മളിതെല്ലാം കണ്ടുപിടിക്കും. 19 കിട്ടും, ശരിയാണ്. നമ്മൾ 19 ഓപ്ഷന് കുത്തുകയും ചെയ്യും. 19 ഒരു ഓപ്ഷൻ ഉണ്ടാകും, അതിൽ കുത്തും. പക്ഷെ നമുക്ക് ആൻസർ കിട്ടില്ല, അല്ലെങ്കിൽ തെറ്റിപ്പോവും. ആൻസർ മാർക്ക് കിട്ടില്ല. എന്തായിരുന്നു നമുക്ക് വേണ്ടത്? സണ്ണിന്റെ പെർസെൻറ്റേജ് അല്ല, 5 വർഷത്തിന് മുമ്പുള്ള 14 years ആണ് വേണ്ടത്. അപ്പോൾ അങ്ങനത്തെ എറർ, മൈന്യൂട്ട് എറർ കൂടി ശ്രദ്ധിച്ചേക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഒരു ക്വസ്റ്റിനോട് തരാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ശരി, എങ്കിൽ ബൈ.